ഖുർആൻ മാത്രം മതി എന്നുള്ള വാദം ശരിക്കും ചെന്നെത്തുന്നത് ഹദീസിന്റെ നിഷേധത്തിലേക്കാണ്. അഥവാ ഖുർആനിനോടൊപ്പം പ്രാമാണികവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഹദീസിന്റെ നിഷേധത്തിലേക്കാണ് ആ കാര്യങ്ങൾ ചെന്നെത്തുന്നത്. സാധാരണ ഹദീസ് നിഷേധികൾ ഉപയോഗിക്കുന്ന മറ്റൊരു വാദം, ഹദീസുകൾ സമാഹരിക്കപ്പെട്ടത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനും ഒരു നൂറ്റാണ്ടോ അല്ലെങ്കിൽ അതിനോടടുത്ത കാലഘട്ടത്തിലാണ് ഹദീസ് സമാഹരിക്കപ്പെട്ടത് എന്നതാണ്. പക്ഷെ സത്യത്തിൽ അത് തന്നെ ഹദീസിന്റെ പഠനം വസ്തുതാപരമായിട്ടാണ് നടന്നിട്ടുള്ളത് എന്നതിന്റെ വളരെ വ്യക്തമായൊരു തെളിവും കൂടെയാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ദീർഘമായ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഹദീസുകൾ സമാഹരിക്കുമ്പോൾ അതിനെ കുറ്റമറ്റ രീതിയിൽ സമാഹരിക്കാനും അതിനെ ഒരുമിച്ച് കൂട്ടാനും കഴിയുന്ന തരത്തിൽ ഈ ഉമ്മത്ത് ഹദീസുമായുള്ള ബന്ധത്തെ അത്ര ദൃഢമായ നിലയിൽ നിലനിർത്തി പോന്നിരുന്നു എന്നതിന്റെ ഏറ്റവും വ്യക്തമായ തെളിവുകളിലൊന്നാണ്. മാത്രമല്ല, ഏത് കാലഘട്ടത്തിലും ഇസ്ലാമിക സമൂഹവും ഇസ്ലാമികേതര സമൂഹവും അറിവുകൾ സൂക്ഷിച്ചിരുന്നത് എഴുതി മാത്രമല്ല, അത് ഇന്ത്യൻ വൈജ്ഞാനികമായ ഇന്ത്യയിലെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഗ്രീക്കിന്റെ അല്ലെങ്കിൽ അതുപോലെ പുരാതന കാലഘട്ടം മുതലേ വൈജ്ഞാനിക മേഖലയിൽ വലിയ സംഭാവനകൾ അർപ്പിച്ചിട്ടുള്ള സമൂഹത്തിന്റെ ചരിത്രം മുഴുവൻ പറഞ്ഞു തരുന്ന ഒരു വസ്തുത അതാണ്. എഴുതി മാത്രമല്ല ഒരു സമൂഹവും അറിവുകൾ ശേഖരിച്ചിട്ടുള്ളത്, മനപ്പാഠമാക്കിയിട്ടാണ് അറിവുകൾ ശേഖരിച്ചിട്ടുള്ളത്. പിൽക്കാലത്താണ് എഴുതുന്ന രീതികൾ ഉണ്ടായത് എന്ന് മാത്രമല്ല, എഴുതാനുള്ള ഉപാധികളും ഉപകരണങ്ങളും ഉണ്ടായി തുടങ്ങിയപ്പോൾ അതിനെതിരെ ഉണ്ടായ വിമർശനം തന്നെ മനുഷ്യന്റെ മനപ്പാഠമാക്കാനുള്ള കഴിവ് കുറഞ്ഞു പോകുമെന്നായിരുന്നു. എന്ന് വെച്ചാൽ എഴുതാനുള്ള ഉപാധി ഉണ്ടായത് മനുഷ്യന്റെ ബുദ്ധിപരമായ കഴിവിനെ കുറച്ചു കളയുമെന്ന വിലയിരുത്തൽ പോലും ഉണ്ടായി എന്നുള്ളത് എഴുത്തുപകരണങ്ങൾ ഉണ്ടായി തുടങ്ങിയ കാലഘട്ടത്തിലുണ്ടായ ഇപ്പൊ നമ്മൾ മൊബൈലിനെ സംബന്ധിച്ചൊക്കെ പറയുന്നത് പോലെ, കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചൊക്കെ പറയുന്നത് പോലെ, ഇതൊക്കെ ഉണ്ടായപ്പോൾ പലതും നമുക്ക് ഓർമ്മയിൽ നിൽക്കുന്നില്ല, എല്ലാത്തിനും ഉപകരണങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു എന്നുള്ള വിമർശനം നമ്മൾ ഇന്ന് കേൾക്കുന്നത് പോലെ അന്നു മുതലേ അത് നിലനിന്നിരുന്നതാണ്. അപ്പോ ഒരു സമൂഹം അറിവ് ശേഖരിക്കാനും സൂക്ഷിക്കാനും ഉപയോഗിച്ച രണ്ട് രീതികൾ, അത് ഹദീസിന്റെ മുസ്തലഹാത്തുകൾ അല്ലെങ്കിൽ ഹദീസിന്റെ ഉസൂല് പഠിക്കുന്ന നമുക്കെല്ലാം അറിയാം. രണ്ട് രീതിയിലാണ് ഹിഫ്ള് ചെയ്തത്, ഹിഫ്ളു സദ്റും ഹിഫ്ളുൽ കിതാബത്തുമാണ്. ഇങ്ങനെ രണ്ട് രീതിയിലാണ്. പക്ഷെ പുരാതന കാലഘട്ടം മുതലേ നിലനിൽക്കുന്ന രീതി ഹിഫ്ളു സദ്റിൻ്റെതാണ്, ഹൃദ്യസ്ഥമാക്കുന്ന രീതിയാണ് നിലനിന്ന് പോന്നിരുന്നത്. ഈ സമൂഹം സവിശേഷമായി ഹദീസിന്റെ വിഷയത്തിൽ അതിനെ കൃത്യമായി സംരക്ഷിച്ചു നിർത്തിയതിന്റെ പ്രത്യേകമായ ഒരു രീതി, ഹദീസുകൾ അന്തരീക്ഷത്തിൽ ലയിച്ചുപോയ വെറും വാക്കുകൾ മാത്രമായിരുന്നില്ല ഈ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവിലൂടെ ഉണ്ടായ പുറത്തേക്ക് വന്ന വചനങ്ങൾ ഈ സമൂഹത്തിന്റെ അമലുകളായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു ഭാഗത്ത് ഒരു വൈജ്ഞാനികമായ ശേഖരം എന്നതിന്റെ അപ്പുറത്തേക്ക് ജീവിതത്തിന്റെ ഒരു പദ്ധതി എന്ന നിലയിൽ കൂടിയാണ് ഈ സമൂഹം ഹദീസിനെ സ്വീകരിച്ചിട്ടുള്ളതും ഹദീസിനെ സമാഹരിച്ചിട്ടുള്ളതും. ആ നിലയിൽ പിൻഗാമികളായ മഹത്തുക്കളെ സംബന്ധിച്ചിടത്തോളം സഹാബാക്കളുടെ ജീവിതമായിരുന്നു അവർക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പഠിക്കാനുള്ള മാർഗം. എന്ന് മാത്രമല്ല, ആദ്യ കാലഘട്ടങ്ങളിൽ രചിക്കപ്പെട്ട പല ഹദീസ് ഗ്രന്ഥങ്ങൾ പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ മർഫൂ പറയുന്നതിനോടൊപ്പം മൗഖൂഫും അതുപോലെ തന്നെ ഖളാകളും എല്ലാം ചേർന്നിട്ടാണ് ആദ്യകാലത്ത് ഹദീസ് സമാഹരിക്കപ്പെട്ടത് തന്നെ. ഇതെല്ലാം കൂടെ ചേർന്ന് നിലനിന്നിരുന്ന ഒരു ജീവിത പദ്ധതിയായി മാറിയതാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഹദീസുകൾ സമാഹരിക്കപ്പെട്ടത് എന്നുള്ളത് ഹദീസിനോടുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യയോടുള്ള ഈ സമൂഹത്തിന്റെ കൃത്യമായ വിലയിരുത്തലിന്റെയും ഇടപെടലിന്റെയും അതിനെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നതിന്റെയും ഏറ്റവും വലിയ അടയാളമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സാധാരണ നമ്മൾ കേൾക്കാറുള്ളത് പോലെ സഹീഹുൽ ബുഖാരിക്ക് പല നുസ്ഖകളുണ്ട്. ഈ നുസ്ഖകളിൽ ചില്ലറ വ്യത്യാസങ്ങളുണ്ട്. ഈ വ്യത്യാസങ്ങളെ പറഞ്ഞിട്ടാണ് ഇന്ന്
സംശയങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ ഹദീസ് നിഷേധത്തിന്റെ രീതികൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. പൂർവ്വകാലത്തുള്ളതും ഇക്കാലത്തുള്ളതും സമാനതകളുള്ളതാണ്. ആദ്യ കാലഘട്ടത്തിലുള്ളവർ ഹദീസിനെ നിഷേധിക്കാൻ വേണ്ടി ഉപയോഗിച്ചത് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെയാണ്, ഹദീസിന്റെ ഒരു മഹത്തായ അവലംബത്തിനെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിക്കഴിഞ്ഞാൽ ഹദീസിന്റെ പ്രാമാണികതയെ ഇല്ലാതാക്കാൻ കഴിയുമെന്ന് വിചാരിച്ചവരുണ്ട്. അവർ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി മഹാനായ ഇമാം ബുഖാരി റഹിമഹുല്ലായെ സംശയത്തിന്റെ നിഴലിൽ നിർത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ബുഖാരിയുടെ നുസ്ഖകളെ സംബന്ധിച്ചൊക്കെ പല രീതിയിലുള്ള പഠനങ്ങൾ നടക്കുകയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്ന, ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന, ബുഖാരി ഇമാമ് ലോകം മുഴുവൻ സഞ്ചരിച്ച് പലയിടങ്ങളിലായി ഹദീസിന്റെ ആ വിശദീകരണം നൽകി പല സ്ഥലങ്ങളിൽ നിന്നും പല നാടുകളിലുള്ളവർ ഹദീസുകൾ എഴുതിയെടുത്തതിൽ നിന്നാണ് വിവിധ നുസ്ഖകൾ ഉണ്ടായത്. ആ നുസ്ഖകളിൽ കാണുന്ന അത്ഭുതകരമായ പൊരുത്തം തന്നെ, ചെറിയ ചില്ലറ വ്യത്യാസങ്ങൾ, ആശയങ്ങളിൽ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ചില്ലറ അക്ഷരങ്ങളുടെ വ്യത്യാസം കൊണ്ട് ലോകത്തിന്റെ വിവിധ ദിക്കുകളിലുള്ള ബുഖാരിയുടെ നുസ്ഖകൾ അങ്ങനെ തന്നെ നിലനിൽക്കുന്നു എന്നത് തന്നെ വലിയൊരു അത്ഭുതമാണ്. ഈ നിലയിൽ ഇസ്ലാമിക സമൂഹം ഹദീസിനെ സമീപിച്ചത് വളരെ ക്രിയാത്മകമായിട്ടാണ്, അതിനെ അമലി വൽക്കരിച്ചുകൊണ്ടാണ്. ഈ നിലയിൽ കൂടിയൊക്കെ ആണെങ്കിലും സമൂഹത്തിന്റെ ഇടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ, സംശയത്തിലേക്ക് സമൂഹത്തെ തള്ളിവിടാൻ വേണ്ടി എല്ലാ കാലഘട്ടത്തിലും ഹദീസ് നിഷേധത്തിന്റെ വിവിധ സ്വഭാവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെയൊക്കെ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഇടപെടലാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. വിശാലമായ ഒരു ചർച്ചയ്ക്ക് ഇവിടെ വഴിയൊരുങ്ങുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കാനും പ്രവർത്തിക്കാനും തൗഫീഖ് ചെയ്യട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.